ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് റമദാൻ ഒന്നായില്ലേ. അപ്പോൾ ഇത് നമ്മൾ അത്താഴത്തിന് നീച്ചതാണ് കേട്ടോ. 4:15 അപ്പോൾ നമുക്ക് അത്താഴത്തിൻ്റെ ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അതൊക്കെ നമ്മൾ തലേ ദിവസം രാത്രിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വേഗം കയറി പോയിട്ട് ആ ചോറെന്നുള്ളത് അതുപോലെ കഞ്ഞിയായിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മൾ കോഴിമുട്ട ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട്. എല്ലാവർക്കും പൊരിച്ച് തിന്നുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചിക്കി എടുത്താൽ അത്യാവശ്യം കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ചിക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മുടെ മുട്ട ചിക്കൽ കഴിഞ്ഞു. അടുത്തത് നമ്മൾ കുറച്ചൊരു ബീഫ് ഉണ്ടായിരുന്നു ബാലൻസ് വന്നത്. അത് നമ്മൾ ചിക്കി ചൂടാക്കി എടുക്കുന്നുണ്ട്. അത് കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളതെറ്റ് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാം എന്ന് വിചാരിച്ചാണ് ഒരുമിച്ചുള്ള ടൈമിൽ നമ്മൾ എടുത്തത്. അങ്ങനെ നമ്മളെ കഞ്ഞികളൊക്കെ നമ്മൾ ഓരോരോ പാത്രത്തിലാക്കി പാർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവരും കഞ്ഞിയാണ് കുടിക്കണം. അത്യാവശ്യം ചോറ് നല്ലോണം വെന്ത് പോയി, അതുകൊണ്ടാണ് നമ്മളെല്ലാവരും കഞ്ഞിയാക്കിയത്. അങ്ങനെ നമ്മളെല്ലാവരും കഞ്ഞി കുടിച്ചു കേട്ടോ. ഐസ്മോൻ നേരത്തെ കാലത്താണ് നീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ലായിസ്മോൻ നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എമി മോളും നീറ്റിട്ടുണ്ടായിരുന്നു. ജയമോൾ മാത്രം എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അയാൻ മോൻ നോമ്പെടുക്കുന്നതുകൊണ്ട് തന്നെ അവനും കൂടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ലൈസ്മോന് ഉറക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ല, എന്നാലും എണീറ്റിട്ടുണ്ടാകും. അങ്ങനെ അത് അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. ഇത് പിറ്റേ ദിവസം, അതായത് നമ്മൾ നോമ്പെടുത്ത് രാവിലത്തെ വീഡിയോ ആണ്. അപ്പോൾ രണ്ടും കൂടെ ഞാൻ ഒരുമിച്ച് ചെയ്യാമെന്ന് കരുതി. നമ്മൾ പത്തിരിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൊടിയൊക്കെ വാട്ടിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പത്തിരിയൊക്കെ പരത്തി വെക്കാമെന്ന് കരുതി. ഉച്ചയ്ക്ക് ശേഷം ചുട്ടാലും മതിയല്ലോ. അപ്പോൾ ആ പണിയുണ്ട് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഫ്രീ ആവാമല്ലോ എന്ന് കരുതിയിട്ട് രാവിലെ തന്നെ നമ്മൾ പത്തിരിപ്പണി നോക്കിയിട്ടാണ്. ആദ്യം പത്തിരിൻ്റെ പൊടിയൊക്കെ നല്ലോണം ചാമ്പി കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്, ഇനി നമുക്കത് കഴിഞ്ഞിട്ട് പത്തിരി ഒന്ന് പരത്തിയിട്ടില്ല, നമ്മൾ പ്രസ്സുമ അമർത്തിയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ഞാൻ പ്രസ്സുമൽ അമർത്തുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഓർമ്മ വന്നത്. ഇതേ നമ്മൾ പത്തിരിയൊക്കെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അത്താഴത്തിനുള്ള ഉണ്ണിത്താണ്ട് അരിഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണിത്താണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളിയൊക്കെ നമുക്ക് ഉച്ചക്ക് അല്ല അത്താഴത്തിനുള്ള നോമ്പ് തുറക്കുമ്പോഴുള്ള കറിക്ക് വേണ്ടിയിട്ടാണ് പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ലൈസ്മാൻ ഇതാ ഊഞ്ഞാലിൽ ഇങ്ങനെ ആടി കളിക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ച് കരഞ്ഞിരുന്നു ആളെ. അപ്പോൾ ഊഞ്ഞാൽ അടിപ്പാളം നോക്കിയായി. പിന്നെ ഞാൻ പത്തിരി പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. റമദാൻ മാസമായി കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും പത്തിരിയും ചിക്കൻ കറി അല്ലെങ്കിൽ പത്തിരിയും മുട്ടക്കറി നിർബന്ധമാണ് അല്ലേ. അപ്പോൾ നമ്മളോടൊന്ന് പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഉമ്മ ഇപ്പം നമ്മളെ കൂടെ ഇല്ലാത്ത ആദ്യത്തെ നോമ്പാണിത്. ഭയങ്കര ഇതിട്ടാ ചില ഇതുവരെ അവർ നമ്മൾ തന്നെ വിട്ട് നിന്നിട്ടില്ല. അപ്പോൾ അവർ ഉപ്പാൻ്റെ പെങ്ങളെ വീട്ടിലാണുള്ളത്. അപ്പോൾ അവരില്ലാത്ത ഫസ്റ്റ് നോമ്പാണ് ഞങ്ങൾക്ക്. അങ്ങനെ പത്തിരിച്ചുടലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ചിക്കൻ കറി റെഡിയാക്കുക എന്നുള്ളതാണ്. ഇന്നിന് ഞാൻ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് നമ്മൾ ചിക്കൻ കറിക്കുള്ള തേങ്ങ വറുത്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ അത് വറുത്തട വെച്ചിട്ടുണ്ട്, ചൂടാറാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മൺചട്ടിയിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഉള്ളിയും പച്ചമുളകും ഉപ്പിട്ട് നല്ലോണം വാട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കണ കൂട്ടും എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു രീതി ഞാൻ പറയാം. ആദ്യം ഉള്ളിയും പച്ചമുളകും ഉപ്പിട്ട് നല്ലോണം വാടിയതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് പിന്നെ ഞാനിട്ടത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ ഇട്ടുണ്ടായത് ഉലുവ, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ജീരകം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടുകൊണ്ട് ഒന്ന് നല്ലോണം മസാലക്കൊന്ന് അതിലൊന്നും എന്താ പറയുക വാടി കിട്ടാൻ വേണ്ടി ഒന്നും കൂടെ അത് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നമ്മൾ ചട്ടിക്കൊന്ന് മൂടി വെക്കും. പിന്നെ വെള്ളം ഒഴിക്കാൻ മറക്കരുത് കേട്ടോ, മൊത്തത്തിൽ ചിലപ്പോൾ അടി പിടിച്ചെന്ന് വരും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചോളൂ. പിന്നെന്താ, അങ്ങനെ അത് വേവിച്ചതിന് ശേഷം മസാലയൊക്കെ നല്ല അങ്ങോട്ട് വെന്താൽ നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി ഉപ്പൊക്കെ നോക്കിയിട്ട് മൂടി വെക്കും. പിന്നെ അത് അവിടെ കിടന്നങ്ങോട്ട് വെന്തോളും. ഇടയ്ക്കൊന്ന് പോയി ഇളക്കി കൊടുക്കുക. വെള്ളം കുറവുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ അതൊന്ന് പൊടിച്ചതിന് ശേഷം അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള പത്തിരിയാണ്. അപ്പോൾ നമ്മുടെ തേങ്ങ നമുക്കൊന്നും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. പിന്നെന്താണ്, അതിന് ശേഷം നമ്മുടെ മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തു കേട്ടോ. നോമ്പായതുകൊണ്ട് നമ്മൾ അങ്ങനെ വലിയ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് കഞ്ഞി മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് കഞ്ഞി കൊടുക്കും. അത് കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് പൊരിക്കടിക്കുള്ളത് കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ പച്ചക്കായും അതുപോലെ നമ്മുടെ ഉരുളൻകിഴങ്ങ് ബജിയാണ് ഉണ്ടാക്കുന്നത്. പച്ചക്കായ ബജി, ഉരുളൻകിഴങ്ങ് ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാക്കിയിട്ട് നല്ല സ്ലൈസാക്കി കട്ട് ചെയ്തെടുക്കണം. പിന്നെ അത് പൊരിക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കടലമാവ്, മൈദ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ കറിവേപ്പില, പച്ചമുളകൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറുക്കിയെടുത്തുള്ള നമ്മുടെ മൈദ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ നമ്മൾ ചിക്കൻ കറി ഇടയ്ക്കൊന്ന് പോയി ഇളക്കി കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം അടി പിടിക്കുക വല്ല പുക ചോദിക്കുകയൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ പച്ചക്കായും ഉരുളൻകിഴങ്ങ് ബജിക്ക് റെഡിയാക്കിയിട്ടുള്ള പച്ചക്കായും ഉരുളൻകിഴങ്ങും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് പൊരിച്ചെടുക്കണം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, ചിക്കൻ കറിയിലേക്കുള്ള തേങ്ങക്കൂട്ട് റെഡി. അപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ നമ്മൾ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് നല്ല തിളക്കിയത് ജസ്റ്റ് ഒന്ന് തിളക്കാൻ മാത്രമേ പാടുള്ളൂ. തിളങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം,
നമ്മുടെ ചിക്കൻ കറി റെഡിയായി നേരെ അങ്ങോട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇത് തൂമിക്കണമല്ലോ. അപ്പോൾ അതിലേക്കുള്ള ചെറിയ കൊച്ചുള്ളി, അത് ചുവന്ന ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടിയിലേക്ക് എന്ത് ചെയ്യണം, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് നമ്മുടെ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്ത് തൂമിച്ച് ഒഴിക്കണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, നമ്മൾ പൊരിക്കടി റെഡിയാക്കാൻ വേണ്ടി നിന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ കാലം മുതൽ ഞാൻ ഈ വീട്ടിൽ കാണാൻ തുടങ്ങി കേട്ടോ. ഈ ഉരുളങ്കിഴങ്ങ് ബജി, കായ ബജിയൊക്കെ ഞാൻ ഉരുളങ്കിഴങ്ങ് ബജി കഴിക്കണ തന്നെ ഇവിടെ ഉക്കാൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം. നമ്മുടെ എപ്പോഴും ഉണ്ടാക്കുന്നൊരു സംഭവം തന്നെ കേട്ടോ. ഈ ഉരുളങ്കിഴങ്ങ് ബജി എപ്പോഴും ഉണ്ടാക്കാറുണ്ട്, എല്ലാ മുമ്പിലും നമ്മളോട് ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആദ്യം എനിക്ക് കഴിക്കുമ്പോൾ ഒരു മടിയായിരുന്നു, കാരണം എങ്ങനെ കഴിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ അത് കഴിച്ച് നോക്കിയപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞത്. നല്ല അടിപൊളിയാണ്. പിന്നെ റെസിപ്പി വേണ്ടവർ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെന്താണ്, അപ്പോൾ നമുക്ക് നമ്മുടെ കായ ബജി, കായയും ഉരുളങ്ങയൊക്കെ ഒന്ന് പൊരിച്ച് റെഡിയാക്കി മാറ്റും. നമ്മൾ പൊരിക്കടിയൊക്കെ റെഡി ആയതിനു ശേഷം നമുക്ക് അടുത്തത് ചോറ് വെക്കണം. അത്താഴത്തിനുള്ള ചോറാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ തന്നെ വെച്ച് വെക്കുന്നത്. പിന്നെ ആ ടൈമിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റില്ല, മക്കളൊക്കെ കൂടെ നീച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ ചോറ് ഏകദേശം ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള പൊരിക്കടികളാണ് ഇത്, 2 ഐറ്റമാണ്. പിന്നെ നമ്മൾ ചെറിയൊരു 3 കഷ്ണം പുട്ടും കൂടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നോമ്പറക്കാനുള്ള കാരക്ക, ചക്കര മത്തന്, അതൊക്കെ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിരുന്നിട്ട് നോമ്പ് ബാങ്ക് കൊടുക്കാൻ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം കരുതുന്നത് ഒറ്റ ഐറ്റം പൊരിക്കടി എന്നുള്ളതായിരുന്നു. പിന്നെ എൻ്റെ മോൻക്കൊക്കെ നോമ്പുണ്ടായതുകൊണ്ട് തന്നെ അതല്ല, നമ്മളെപ്പോലെ അല്ലല്ലോ അവർ. അപ്പോൾ അങ്ങനെ 2 ഐറ്റം ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ കൂടുതലായിട്ട് ഐറ്റംസ് ഒന്നുമില്ല, ഒറ്റ ഫ്രൂട്ട്സേ ഉള്ളൂ, 2 ഐറ്റം പൊരിക്കടി മാത്രം. അപ്പോൾ നമ്മളങ്ങനെ നോമ്പ് പറഞ്ഞു. ഉപ്പയമ്മയും നമ്മളെ കൂടെ ഇല്ല, അവർ ഉപ്പാൻ്റെ പെങ്ങളെ വീട്ടിലാണ് അവർ ഫസ്റ്റത്തെ നോമ്പൊക്കെ. കുറേ ആൾക്കുണ്ട് വരാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ അവിടെ ആളില്ലാത്തതുകൊണ്ട് അവരവിടെയാണ്. നമുക്കും തന്നെ അവർ കൂടുതലായിട്ട് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു, ഒരു വിഷമം. അതായത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. ഇങ്ങനെ സംഭവിച്ചാൽ അവരില്ല, നമ്മൾ കൂടെ ഇല്ലാത്തത് ആദ്യമായിട്ടാണ് ഇങ്ങനെ നോമ്പിന്. അപ്പോൾ അതിനൊരു ചെറിയൊരു സങ്കടമുണ്ട്. എന്ത് ചെയ്താലും അല്ലെന്നില്ല, നല്ല രീതിയിൽ തന്നെ നമ്മൾ ഫസ്റ്റ് നോമ്പ് തുറന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ തന്നെ ഒരുമിച്ചിരുന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു. പത്തിരിയും ചിക്കൻ കറിയും, പിന്നെ ഒരു 3 കഷ്ണം പുട്ടും ഉണ്ടായിരുന്നു കേട്ടോ. നേരത്തെ കാലത്ത് ചായക്കൂടി കഴിച്ചു കേട്ടോ, കാരണം ഇനി അങ്ങനെ ആരും ഭക്ഷണം കഴിക്കൂല, കിടക്കാൻ നേരത്തെ ആരും ഭക്ഷണം കഴിക്കൂല. ഇതോടുകൂടി നമ്മൾ ഭക്ഷണം കഴിക്കൽ കഴിയും കേട്ടോ. പിന്നെന്താണ്, അങ്ങനെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. നമ്മൾ ഒരു അത്താഴത്തിനുള്ള കറി മീൻസ് ഉപ്പേരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത്ര തന്നെ ഉള്ളൂ. വേറെ പരിപാടി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, താങ്ക് യു.